നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വളരെ രസകരമായ ചില കണക്കുകളും വസ്തുതകളും പറയാം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടാവണം. നമുക്കേവർക്കും അറിയാവുന്ന പോലെ 2014 നരേന്ദ്രമോദി എന്നൊരു പേര് രാജ്യം മുഴുവൻ ഇത്രയേറെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ലോകത്തും അറിയാം. അന്ന് ഈ BJP എന്ന് പറയുമ്പോൾ ഒരു നരേന്ദ്രമോദി മാത്രമാണ്. പിന്നീടാണ് നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തും ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരിക്കുന്ന അമിത്ഷായുടെ പേരും കൂടെ ആളുകൾ പറഞ്ഞു തുടങ്ങിയത്. ഈ 2014 നിന്ന് 3 വർഷത്തെ ഇടവേള, അതായത് 2017 എത്തുമ്പോൾ ഒരു പേര് കൂടി ഇന്ത്യ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ പേര് നിങ്ങൾക്കറിയാമല്ലോ, യോഗി ആദിത്യനാഥ് എന്നാണ്. 2017 ഉത്തർപ്രദേശിൽ യോഗി മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ലോ ആൻഡ് ഓർഡർ. അതിൻ്റെ കാര്യത്തിൽ ഇത്രയും കണിശതയുള്ള മറ്റൊരു വ്യക്തി ഇന്ത്യയിലില്ല എന്ന് പറയാം. ബുൾഡോസർ വെച്ച് ഇടിച്ച് പൊളിച്ച് കളയേണ്ട കേസാണെങ്കിൽ അതിന് അദ്ദേഹം മടിക്കില്ല. കേസ് പറയാൻ ഇനി സുപ്രീം കോടതിയിലല്ല, എവിടെ വേണമെങ്കിലും പോകാൻ അവർ തയ്യാറുമാണ്. അവർ അത് ചെയ്തിരിക്കും. അവിടെ നിന്ന് ഒരു 4 വർഷം കൂടെ എടുത്താൽ, അതായത് 2017 നിന്ന് 4 വർഷം കൂടെ എടുത്ത് 2021 ഒരു പേര് കൂടി ഇന്ത്യ ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് ആസാമിൽ നിന്നാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുൻ കോൺഗ്രസ്സുകാരൻ BJPക്കാരനായി പിന്നീട് ആസാമിൻ്റെ മുഖ്യമന്ത്രിയായി. യോഗിയുടെ ചേട്ടനെന്നോ അനിയനെന്നോ അല്ലെങ്കിൽ ഇരട്ടയെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലാണ് കർക്കശത്തിൻ്റെ കാര്യത്തിൽ, നിലപാടുകളുടെ കാര്യത്തിൽ ഇന്ന് ഈ ഹിമന്ത ബിശ്വ ശർമ്മ അറിയപ്പെടുന്നത്. യോഗിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നാൽ കൂടി അത്രയും വരില്ല ജനസംഖ്യ. അങ്ങനെ ഒരു സംസ്ഥാനം ഇത്രയും സുന്ദരമായിട്ട് ഭരിച്ചുകൊണ്ട് പോകുന്നു. പഴയ ജംഗരാജെല്ലാം അത് ഓർമ്മ മാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ആ മനുഷ്യൻ. മാത്രമല്ല GDP ഇന്ന് 3ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു. വലിയ താമസമില്ലാതെ 1ാമതിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സംസ്ഥാനമാണ് ആസാം. കാരണം ബംഗ്ലാദേശ് അതിർത്തിയാണ്. അവിടെയാണ് കുടിയേറ്റക്കാരെ എല്ലാം ഒഴിപ്പിക്കുന്നത്, അതും ഒരു മയവുമില്ലാതെ. ഈ NRC ഒക്കെ നടപ്പിലാക്കിയിരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ആസാമാണ്. അതിനാൽ നിയമം കൊണ്ട് തന്നെ ഇത്തരക്കാരെ അവിടുന്ന് പുറത്താക്കാൻ പറ്റും. പിന്നെ പോരെങ്കിൽ അദ്ദേഹം നേരിട്ട് പറയുകയാണ് ചെയ്യുന്നത്, ഇന്ത്യക്കാരല്ലാത്തവർ ഇവിടെ വേണ്ട. അനധികൃതമായിട്ടുള്ള മദ്രസകൾ ഇടിച്ച് പൊളിച്ച് കളയും, അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ച് പൊളിച്ച് കളയും, പുറത്താക്കേണ്ടവനെ ഒരു നിമിഷം പോലും വൈകാതെ പുറത്താക്കും. അപ്പോൾ 2021 ഈ മനുഷ്യനെ പറ്റി ഇന്ത്യ സംസാരിച്ചു തുടങ്ങി. ആ വർഷങ്ങളുടെ ആ ഇടവേള ഒന്ന് ഓർക്കണം കേട്ടോ. 2014 3 വർഷത്തെ ഗ്യാപ്പ്, 2017 യോഗി, 4 വർഷം കഴിഞ്ഞപ്പോൾ 2021 ഹിമന്ത ബിശ്വ ശർമ്മ, 3, 4, അടുത്ത 5 വർഷം 21 26 എത്തിയപ്പോൾ സുവേന്ദു അധികാരി എന്നൊരു പേര് കൂടി ഇന്ത്യ ചർച്ച ചെയ്യുന്നു. ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ്, BJPയുടെ മുഖ്യമന്ത്രിയാണ്. ഈ കർക്കശത്തിൻ്റെ കാര്യത്തിൽ ഇവരോടാണ് മത്സരം, മോദിയോടല്ല. യോഗിയോടും അതേപോലെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയോടും ഒക്കെയാണ് സുവേന്ദു മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ അവിടെ നിന്ന് അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു, ഒരു മയവുമില്ലാതെ. നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനത് ചെയ്യുന്നു. ഇപ്പോൾ 3 പേരും വലിയ മത്സരത്തിലാണ്. ആദ്യം 2014 എല്ലാവർക്കും മോദി എന്നൊരു പേര് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ശ്രേണിയിലേക്ക് എത്ര പേര് വന്ന് നോക്കുക. മോദി, യോഗി, ഹിമന്ത ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി. ഇതിനിടയ്ക്ക് ഒരാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ദേവേന്ദ്ര ഫഡ്നാവിസും ഇവരിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മഹാരാഷ്ട്രയിലും ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ, അമിത്ഷാ. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് ഇതിനെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. BJP എന്ന പ്രസ്ഥാനത്തെ അവരുടെ നേതാക്കൾ ഓരോ കൃത്യമായ ഇടവേളയ്ക്ക് ശേഷവും പുതിയ അധികാര കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നു. കർക്കശത്തിൻ്റെ കാര്യത്തിൽ ഇവരൊക്കെ അധികാരത്തിലിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൂടി നോക്കുക. ഇത് നമ്മുടെ രാജ്യം അതിർത്തി പങ്കിടുന്ന, അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവരുടെ അധികാരം വരുന്നത്. അവിടെ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തികളും മറ്റും ചെയ്തുകൊണ്ടിരുന്നവരെയാണ് അവിടെ നിന്ന് പുകച്ച് പുറത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലവും കൂടെ ബാക്കിയാണ്, പഞ്ചാബാണ്. പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ അടുത്തതായിട്ട് പേര് കേൾക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ഒന്നും ചർച്ച ചെയ്യാത്ത ഒരു പേരായിരിക്കും. ഇപ്പോൾ സുവേന്ദു അധികാരിയെപ്പറ്റി ഇന്ത്യക്കാർ കേട്ടു തുടങ്ങിയിട്ട് എത്ര വർഷമായി? അദ്ദേഹം നേരത്തെ തൃണമൂലിൻ്റെ നേതാവായിരുന്നു. മമതയോട് തെറ്റിപ്പിരിഞ്ഞ് BJP ആയതിനു ശേഷമാണ് കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. ഇതേപോലെ തന്നെ ഒരു ചരിത്രം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും പറയാനുണ്ട്. രാഹുൽ ഗാന്ധിയോട് തെറ്റിയാണ് അദ്ദേഹം അമിത്ഷാ വഴി BJPയിലെത്തിയത്. അവർ രണ്ടുപേരും ഇന്ന് BJPയുടെ മുഖ്യമന്ത്രിമാരാണെന്ന് ഓർക്കുക. ഇതിന് തുടർച്ചയുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ മോദിയെ തോൽപ്പിച്ചതുകൊണ്ട് മാത്രം BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല BJP ഇന്ന് നിൽക്കുന്നത്. അടുത്ത ഒരു 1-2 പതിറ്റാണ്ടുകൾ BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാമെന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240 എംപിമാരെ കിട്ടിയുള്ളൂ എന്ന ധൈര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോയാൽ
അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരിക്കും. കാരണം വലിയ സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ ഭരിക്കുന്നത് ബി ജെ പിയാണ്. ബി ജെ പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും കൂടുതൽ എം പിമാരെ അവിടെ നിന്ന് അവർ ഉണ്ടാക്കിയിരിക്കും. അതാണ് ഇതുവരെയുള്ള ചരിത്രം. കഴിഞ്ഞ തവണ ബംഗാളിലൊന്നും പറ്റാത്തത് അവിടെ മമത ഭരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. കള്ളവോട്ട് ചെയ്തും വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ഒക്കെയാണ് അവിടെ മമത ജയിച്ചുകൊണ്ടിരുന്നത്, മമതയും മമതയുടെ പാർട്ടിയും. ഇപ്പോൾ അതല്ല അവസ്ഥ. അപ്പോൾ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും ഒക്കെ ഏറ്റവും കൂടുതൽ എം പിമാരെ കൊടുക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ എം പിമാരായ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ ഏതാണ്ട് പകുതിയോളമായി. ആവശ്യത്തിന് വേണ്ട ഭൂരിപക്ഷത്തിൻ്റെ പകുതിയോളം സീറ്റുകൾ അവിടെ നിന്നായി. രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ പിന്നെയും കിടക്കുകയാണ്. അതും ഭരിക്കുന്നത് ബി ജെ പിയാണ്. ചുരുക്കത്തിൽ ഓരോ കൃത്യമായ ഇടവേളകളിലും പുതിയ പുതിയ അധികാര കേന്ദ്രങ്ങൾ ബി ജെ പിയിൽ വരുന്നു. അവരൊക്കെ നിലപാടിൻ്റെ കാര്യത്തിലും കാർക്കശ്യത്തിൻ്റെ കാര്യത്തിലും ഒട്ടും പുറകോട്ടല്ല. ഒപ്പം മോദി എന്ന ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശക്തി ആർജിച്ച് നിൽക്കുന്ന ഒരു നേതാവ് കൂടി ഒപ്പമുണ്ട് എന്ന് ഓർക്കുക. ബി ജെ പി 2014 കണ്ട ബി ജെ പി അല്ല നിലവിലുള്ള ബി ജെ പി. അതിന് ഓരോ കൃത്യമായ കാലഘട്ടത്തിലും പുതിയ പുതിയ നേതാക്കൾ വരുന്നു. ആ നേതാക്കളൊക്കെ ജനസമ്മതി ജനശ്രദ്ധ ആർജിക്കുന്നു. ഒപ്പം രാജ്യം മുഴുവൻ അവരെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു.